ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡാറ്റ പ്രോസസ്സിംഗ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടോപ്പിക്കാണ് അപ്രോച്ചസ് ടു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്. ഏതൊക്കെ അപ്രോച്ചിലൂടെയാണ് നമ്മളൊരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ് നടത്തുന്നത്? നമുക്കറിയാം, പ്രധാനമായിട്ട് രണ്ട് അപ്രോച്ചസാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ചും ഇൻഡക്റ്റീവ് അപ്രോച്ചും. ഏതൊക്കെയാണ് രണ്ട് അപ്രോച്ച്? ഡിഡക്റ്റീവ് അപ്രോച്ചും ഇൻഡക്റ്റീവ് അപ്രോച്ചും. എന്താണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രക്ചർ, റിസർച്ചർ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഒരു കേസിൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ ഗ്രൂപ്പിംഗ് ആൻഡ് അനലൈസിങ് ദ ഡാറ്റ. റിസർച്ചേഴ്സ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൻ്റെ ഒരു ഗൈഡായിട്ട് അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു ഈസി അപ്രോച്ചാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ എ റിസർച്ചർ ഹാവ് എൻ ഐഡിയ ഓഫ് ലൈക്ലി റെസ്പോൺസസ് ഫ്രം സാമ്പിൾ പോപ്പുലേഷൻ. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള അപ്രോച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച്. ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് നോട്ട് ബേസ്ഡ് ഓൺ എ സ്ട്രക്ചർഡ് പ്രീ ഡിറ്റർമിൻ മാനർ. ഒരു മുൻകൂട്ടിയിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടോ പ്രീ ഡിറ്റർമിൻ ആയിട്ടൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളത് ത്രൂ ആൻഡ് ടൈം കൺസ്യൂമിങ് അപ്രോച്ച് അല്ലേ. നമ്മളതിൻ്റെ ടൈം നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. സോ ദിസ് അപ്രോച്ച് ഈസ് ഓഫൺ യൂസ്ഡ് വെൻ ദ റിസർച്ചർ നോസ് വെരി ലിറ്റിൽ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ എങ്കിൽ അപ്പോൾ നമ്മൾ ഏത് അപ്രോച്ച് യൂസ് ചെയ്യും? ഇൻഡക്റ്റീവ് അപ്രോച്ച് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ്. ഒന്ന് ഡിഡക്റ്റീവ് അപ്രോച്ചും രണ്ട് ഇൻഡക്റ്റീവ് അപ്രോച്ചും. ഇനി നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് കോമൺ ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്ക്. നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് പ്രോസസ്സിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്കാണ്. അതിലൊന്നാമത് വരുന്നതാണ് പെർസെൻറ്റേജ്. എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? എ പെർസെൻറ്റേജ് ഈസ് എ വേ ഓഫ് എക്സ്പ്രസിങ് എ നമ്പർ ആസ് എ ഫ്രാക്ഷൻ ഓഫ് 100. ഒരു 100ൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് 100ൻ്റെ ബേസിൽ നമ്മളൊരു നമ്പറിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സൈൻ ഉണ്ട്, പെർസെൻറ്റേജ് സൈൻ. അതെല്ലാം നമുക്കറിയാം. നമ്മൾ ഒരു പാർട്ട്, നമ്മൾ ഏതെങ്കിലും ഒരു ഹോൾ തിങ്സിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട്, അതിനെ നമ്മൾ പെർസെൻറ്റേജിൽ പറയാറുണ്ട്. അതേപോലെ തന്നെ എവരി വൺ ഹു ഡീൽസ് വിത്ത് നമ്പേഴ്സ് ഡീൽ ചെയ്യുന്ന ഏതൊരാൾക്കും പെർസെൻറ്റേജിനെ കുറിച്ച് നന്നായി അറിയണം. ഇനി നമ്മൾ ഗൈഡ് ലൈൻസ് കുറച്ച് നമ്മൾ പെർസെൻറ്റേജ് റൈറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ച് കാണുമ്പോൾ കുറച്ച് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അതെന്തൊക്കെയാണ്? കനോട്ട് ബി ആവറേജ് അൺലെസ് ഈച്ച് ഈസ് വെയ്റ്റഡ് ബൈ ദ സൈസ് ഓഫ് ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് യൂസിങ് ലാർജ് പെർസെൻറ്റേജ് ഇറ്റ് വിൽ ഡിഫീറ്റ് ദ പർപ്പസ് ഓഫ് ദ പെർസെൻറ്റേജ്. അപ്പോൾ ആ ലാർജ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ള പർപ്പസിന് തന്നെ അത് ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ അതുപോലെ തന്നെ പെർസെൻറ്റേജ് വളരെ മൈന്യൂട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനുള്ള ചാൻസും കുറവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഹൈ ആവാനും പാടില്ല, ലോ ആവാനും പാടില്ല. രണ്ടിൻ്റെ മീഡിയയിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ പെർസെൻറ്റേജ് കണക്കാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ പെർസെൻറ്റേജസ് എന്ന് പറയുക. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ക്യൂട്ടിയിൽ പഠിച്ച കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഇനി വരുന്നത് മൊത്തം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഡിവൈസ് ഫോർ അറേഞ്ച് ഡാറ്റ അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അടുക്കി പെറുക്കി വെക്കാൻ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഡിവൈസ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ടാബുലേഷനിൽ ടാലി മാർക്കൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഇവിടെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയുക, എത്രത്തോളം ഒക്യൂറൻസ് ഉണ്ട് എന്നുള്ള നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഫ്രീക്വൻസി ടേബിളിൽ. ഫോർ എക്സാമ്പിൾ നോക്കി നോക്കൂ. അവിടെ 60 സ്കോർ ചെയ്തത് ഒരാൾ, 70 സ്കോർ ചെയ്തത് 2 ആൾ, 80 6 ആൾ, 90 8 ആൾ, 100 8 ആൾ. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 25. അപ്പോൾ നമുക്കിവിടെ ഇതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുന്നത്. നമുക്ക് പല പല ഡാറ്റകൾ കാണാനും പല മെത്തേഡിലൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, എന്നാൽ നമ്മൾ ക്യൂട്ടിയിൽ പഠിക്കുന്നതാണ് കേട്ടോ അതെല്ലാം.
നെക്സ്റ്റ് വരുന്നതാണ് കോണ്ടിജൻസി ടേബിൾ. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കോണ്ടിജൻസി ടേബിൾ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ 2x2 ടേബിളാണ്. അപ്പോൾ ഡാർക്ക്, നോട്ട് ഡാർക്ക്, ഐസ് ഡാർക്ക്, നോട്ട് ഡാർക്ക്, ടോട്ടൽ അല്ലേ? അപ്പോൾ നമ്മൾ കൈസ്കോ ടെസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും കോണ്ടിജൻസി ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസ്പെഷ്യലി യൂസ്ഡ് ഇൻ കൈസ്കോ ടെസ്റ്റ്. ഈസ് എ ഫോർമാറ്റ് ഫോർ പ്രസൻറ്റ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ വേരിയബിൾ ആസ് പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും പെർസെൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ, വാരി ചെയ്യുന്നുണ്ടോ എന്ന് കണക്കാക്കാനാണ് നമ്മൾ ഈ കോണ്ടിജൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. It is essentially a display format used to analyze and record the relationship between two or more categorical values. രണ്ടോ അതിലധികമോ കാറ്റഗറി വാല്യൂസ് നമുക്ക് ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ സ്റ്റാറ്റിസ്റ്റീഷ്യൻ കാൾ പേഴ്സൺസ് ഇൻ 1904. കാൾ പേഴ്സൺസ് ആണ് ഈ കോണ്ടിജൻസി ടേബിൾ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റയെ നമ്മളിങ്ങനെ പല ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് അതിന് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഗ്രാഫ് വരയ്ക്കണം എന്നർത്ഥം. അതാണ് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ അലോങ് വിത്ത് ദ ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് നമ്മളിതും ചെയ്യേണ്ടത്. വെരി ഹെൽപ്ഫുൾ ടു കണ്ടൻസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അല്ലേ? കുറേ ഡാറ്റകൾ നമുക്ക് ഒരൊറ്റ ചിത്രത്തിൽ ഒതുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു മേന്മ. ഇനി എന്തൊക്കെ റൂൾസാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷന് വേണ്ടത്? മസ്റ്റ് ഹാവ് എ ടൈറ്റിൽ വേണം. അതുപോലെ തന്നെ ഷുഡ് ബി ക്ലിയർ ആയിരിക്കണം. അതേപോലെ തന്നെ ന്യൂമറിക്കൽ ഡാറ്റ മസ്റ്റ് ബി സപ്ലിമെൻറ്റഡ് ആസ് എ ടേബിൾ. അതുപോലെ സ്കെയിൽ ഷുഡ് ബി ഈക്വൽ ആയിരിക്കണം, ഷുഡ് ബി ലേബിൾഡ് ആയിരിക്കണം, ഷുഡ് ബി ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കണം. ഇങ്ങനെ സിമ്പിളായിട്ട് വരുന്ന പല രീതിയിലുള്ള റൂളുകളും നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്. നമ്മൾ ചെറിയ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ 4-ലോ 5-ലോ ഒക്കെ തോന്നുന്നുണ്ട് നമ്മൾ ഇതുപോലെയുള്ള പല രീതിയിലുള്ള ഗ്രാഫുകളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ്. ഫസ്റ്റ് വരുന്ന അല്ലെ, പ്രധാനമായിട്ടും 4 രീതിയിലാണ് പ്രധാനമായിട്ടും പറയുന്നത്. 1 ലൈൻ ഗ്രാഫ്, 2 ബാർ ഗ്രാഫ്, 3 സർക്കിൾ ചാർട്ട്, 4 പിക്ടോഗ്രാംസ്. എന്താണ് ചാർട്ട്സ് ഓർ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്? എന്താണ് ലൈൻ ഗ്രാഫ്? ആ ചിത്രം നോക്കി നോക്കൂ. അതിൽ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു വേയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റനെ നമ്മൾ മാറ്റാം. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ടു സീ ഹൗ തിങ്സ് ആർ ഗോയിങ് ബൈ ദ റേസ് ഓർ ഫോൾസ്. അല്ലേ, കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ചാർട്ട്സ് ഓർ ലൈൻ ഗ്രാഫ്. എക്സ് വൈ ഒക്കെ വരച്ച് പോയിൻറ്റ്സ് നമ്മൾ അടയാളപ്പെടുത്താം. ഓക്കെ, രണ്ടാമത് വരുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാബുലേറ്റഡ് ഫ്രീക്വൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അതെന്ന് പറയുന്നത് അതിൽ ബാറായിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓരോ കട്ട പോലെയാണ് നമ്മളതിൽ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നത്, കാണിക്കുന്നത്. അത് ഗ്യാപ്പില്ലാതെ നമ്മൾ അടുത്തടുത്തായിട്ടാണ് ഇതിൽ ഡാറ്റകൾ കാണിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റേഞ്ച് നമ്മൾ ഹയർ റേഞ്ചൊന്നും ലോവർ റേഞ്ചൊന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത്. ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ഹിസ്റ്റോസ്. ഹിസ്റ്റോസ് മീൻസ് എനിത്തിങ് സെറ്റ് അപ്പ് റൈറ്റ്. ആസ് ഹി മേക്സ് ഓഫ് എ ഷേപ്പ് ദ ബാർ ഓഫ് ലൂം ഓർ ദ വെർട്ടിക്കൽ ബാർസ് ഓഫ് ഹിസ്റ്റോഗ്രാം. ഗ്രാമർ, ഡ്രോയിങ്, റെക്കോർഡ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഹിസ്റ്റോഗ്രാം എന്നുള്ള പേര് വരാനുള്ള കാരണം ഗ്രാമർ എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യുക, ഡ്രോയിങ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. സോ വൺ ഓഫ് ദ 7 ബേസിക് ടൂൾസ് ഓഫ് ക്വാളിറ്റി കൺട്രോളാണ് എന്ത്, ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ സ്ക്വയറുകൾ ഓരോ ഫ്രീക്വൻസിയിൽ നമുക്ക് എത്രയാണ് തരുന്നത് എന്നുള്ളത് കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ബാർ ചാർട്ട്. ബാർ ചാർട്ട് ആൾസോ നോൺ ആസ് ബാർ ഗ്രാഫ്. It is simply a chart with a rectangular bars of length usually proportional to the frequency of magnitude of frequency. നമ്മളിതിൽ ഓരോ ബാറുകളായിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മളതിൻ്റെ മാഗ്നിറ്റ്യൂഡും കാണിക്കുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നു പൈ ചാർട്ട്. ഇതൊക്കെ നമുക്കറിയാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. പൈ ചാർട്ട് എന്ന് പറയുന്നത് സെക്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ സെക്ടേഴ്സിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും. നമ്മളതിൻ്റെ ആംഗിളായിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. നമ്മളതിനെ റിസംബിൾസ് ഒഴിവാക്കാൻ വേണ്ടി പല രീതിയിൽ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു മാസ് മീഡിയയാണ്. സയൻറ്റിഫിക് ടെക്നിക്കൽ
പബ്ലിക്കേഷൻ കോമൺലി യൂസ്ഡ് പ്രസൻറ്റ് സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം നമ്മൾ കൂടുതൽ ഈ ഒരു മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് പൈ ചാർട്ട്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞൊരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ആണ് നമ്മൾ ഫ്രീക്വൻസി ടേബിളിൻ്റെ. അതിൽ ഇൻ്റർവെൽസ് ആർ ഷോൺ ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് ദ നമ്പർ ഓഫ് സ്കോർസ് ഇൻ ഈച്ച് ഇൻ്റർവെൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഹൈറ്റ് ഓഫ് എ പോയിന്റ് ലൊക്കേറ്റഡ് എബോവ് ദ മിഡിൽ ഓഫ് ദ ഇൻ്റർവെൽ. നമ്മൾ അതിൻ്റെ മിഡിലിൽ ഒരു പോയിന്റ് റൈറ്റ് ചെയ്യുന്നു. ദ പോയിൻറ്റ്സ് ആർ കണക്റ്റഡ് സോ ദാറ്റ് ടുഗദർ വിത്ത് എക്സ് ആക്സിസ് ദ ഫോം എ പോളിഗൺ. ആ പോയിൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വരച്ചാൽ നമുക്കതൊരു എന്താ പറയുക സെയിം ഗ്രാഫ് ഏകദേശം രൂപമെന്ന് പറയുന്നത്. ദ കർവ്സ് ക്യാൻ ബി മെയ്ഡ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റൂളിംഗ് ആൻഡ് ദ ഫ്രീക്വൻസി പോളിഗൺ ഈസ് സ്യൂട്ടബിൾ ഫോർ പോർട്രേയിങ് കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസ് പോർട്രേറ്റ് ചെയ്യാനാണ് എപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഫ്രീക്വൻസി പോളിഗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് ലോറൻസ് കർവ്. എന്താണ് ലോറൻസ് കർവ്? ലോറൻസ് കർവ് എന്ന് പറയുന്നത് ലൈൻ ചാർട്ടിൻ്റെ വേറൊരു രൂപമാണ്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതിൽ നമ്മൾ ക്യുമുലേറ്റീവ് എക്സ് ആക്സിസും ക്യുമുലേറ്റീവ് വൈ ആക്സിസും നമ്മൾ കണ്ടിട്ട് അതിനനുസരിച്ച് നമ്മൾ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുന്നു. ഒരു ലോറൻസ് കർവ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ എലമെൻറ്റ്സും നമുക്ക് കറക്റ്റായിട്ട് വില കുറവിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നുമില്ല നമുക്ക് കിട്ടണം. ദെൻ ഈച്ച് എലമെൻറ്റ് ഈസ് പ്ലോട്ടഡ് അക്കോർഡിംഗ് ടു ദർ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് ഓഫ് എക്സ് ആൻഡ് വൈ. അതിനുശേഷം നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ച് നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. എല്ലാ പോയിൻറ്റ്സും പെർഫെക്റ്റ് ഈക്വാലിറ്റി ലൈനും അതേപോലെ തന്നെ 12% ഇൻക്രീസ് ആയിട്ടുള്ള ആ ഒരു ലെവലും നമ്മളിതിൽ പ്ലോട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഒജീവ് കർവ്. ഒജീവ് കർവ് എന്ന് പറയുന്നത് ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ്. ഇവിടെ അരിത്തമെറ്റിക് ഗ്രാഫ് പേപ്പറിൽ രണ്ട് രീതിയിൽ നമ്മൾ ഒജീവും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും വരയ്ക്കുന്നുണ്ട്. 5 ഷേപ്പാണ് നമ്മൾ യൂസ് ചെയ്ത് കൊടുത്തുള്ളത്. നമ്മൾ ഓരോ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക, അത് ടോപ്പ് വരെ വരയ്ക്കുക. ഇനി ദ ലാസ്റ്റ് വൺ ഈസ് പിക്ടോഗ്രാംസ്. പിക്ടോഗ്രാംസ് എന്ന് പറഞ്ഞാൽ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ്. പല പിക്ചറുകൾ കൊടുത്തിട്ട് ആദ്യകാലങ്ങളിലൊക്കെ ചെയ്തിരുന്നതാണ്. ഇതിൽ 2 ഇതിൽ 3 എന്നുള്ള രീതിയിൽ അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പിക്ടോഗ്രാംസ്. ഇതിൽ കൊടുത്ത എക്സാമ്പിളിൽ കളറാണ് കൊടുക്കുന്നത്, എത്രത്തോളം സ്മാർട്ടീസ് ഉണ്ട്, ഇതിൽ ഹാഫൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പിക്ടോഗ്രാംസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ.